So our next chapter is cash flow statement or cash flow analysis. ഇപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ കണ്ടു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ അറ്റാച്ച് ചെയ്യുന്ന അതിൻ്റെ കൂടെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു നോ ദ ഫ്ലോ ഓഫ് ഫണ്ട്സ്, മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ഇൻ ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് പ്രിപ്പയർഡ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ ബേസിസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ബേസിസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നേരെ മറിച്ചിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ക്യാഷ് ബേസിസ്. ഓക്കെ, അപ്പം AS3 ഡിഡ് നോട്ട് പ്രൊവൈഡ് എനി സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു കൃത്യമായ ഫോർമാറ്റ് ഒന്നുമില്ല. ചിലർ വെർട്ടിക്കൽ ഫോമിൽ ചെയ്യും. ഞാൻ പഠിപ്പിച്ച് തന്നത് നിങ്ങൾ T ഫോമിലാണ്. അപ്പോൾ ഫേംസ് അഡോപ്റ്റ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ പ്രിപ്പയറിംഗ് ദ സ്റ്റേറ്റ്മെൻറ്റ്, മേക്കിംഗ് ഇറ്റ് കമ്പാരിസൺ മോർ ഡിഫിക്കൽട്ട്. അതുകൂടാതെ ദ ഫണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈവൻ വെൻ പ്രിപ്പയർഡ് ഓൺ ക്യാഷ് ബേസിസ് ഡിഡ് നോട്ട് ഡിസ്ക്ലോസ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ് സെപ്പറേറ്റ്ലി. ഇറ്റ് മിയർലി പ്രൊവൈഡഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓഫ് ഫണ്ട്സ് ഓൺലി. അപ്പോൾ എങ്ങനെയെന്നുള്ളതൊന്നുമില്ല. ഏതൊക്കെ ഇൻഫ്ലോസ് ഓഫ് ഫണ്ട് ഉണ്ട്, ഏതൊക്കെ ഔട്ട്ഫ്ലോസ് ഓഫ് ഫണ്ട് ഉണ്ട്, അത്ര മാത്രമേ നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് കിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ലിമിറ്റേഷൻസ് ഉള്ള കാരണത്താൽ ഈ ചില ഫേംസിന്, അതായത് AS3 ആണ് ശരിക്കും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അവരെന്ത് ചെയ്തതെന്ന് വെച്ചാൽ AS3 റിവൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു. അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ March 1997. അതായത് റിവൈസ്ഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് സൂപ്പർസീഡ്സ് AS3 ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഇഷ്യൂഡ് ഇൻ June 1981 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് ഏതനുസരിച്ചിട്ട്, ഏത് ഫോർമാറ്റിൻ്റെ ബേസിസിലാണ്? AS3 റിവൈസ്ഡ് ഫോർമാറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ് ആദ്യം നോക്കാം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഡിസ്ക്രൈബ്സ് ദ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് ഇൻ എൻ എൻ്റർപ്രൈസ് ഡ്യൂറിങ് എ സ്പെസിഫൈഡ് പീരിയഡ് ഓഫ് ടൈം. അതായത് ക്യാഷ് മാത്രമല്ല, ക്യാഷ് ഇക്വാലൻസും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. Such a statement enumerate net effects of various business transactions on cash and its equivalents and take into account receipts and disbursements of cash. അപ്പോൾ ഈ AS3 റിവൈസ്ഡിൽ പറയുന്ന എൻ്റർപ്രൈസ് ഷുഡ് പ്രിപ്പയർ എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഷുഡ് പ്രസൻറ്റ് ഇറ്റ് ഫോർ ഈച്ച് പീരിയഡ് ഫോർ വിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ്. നിങ്ങൾ ഏതൊക്കെ പീരിയഡിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ അതിൻ്റെ കൂടെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും പ്രിപ്പയർ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ദ ടേംസ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഈ ടേം ഇതിൽ പറഞ്ഞ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് ആർ ഷോൺ ഫോർ എ പെർട്ടിക്കുലർ പീരിയഡ് എന്നുള്ളത്. അപ്പോൾ എന്താണ് ക്യാഷ്, എന്താണ് ക്യാഷ് ഇക്വാലൻസ് എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഈ ടേംസൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് കംപ്രൈസസ് ഓഫ് ക്യാഷ് ഓൺ ഹാൻഡ് ആൻഡ് ഡിമാൻഡ് ഡിപ്പോസിറ്റ്സ് വിത്ത് ബാങ്ക്. അപ്പോൾ ക്യാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് ഇൻ ബാങ്ക്. പിന്നെ ക്യാഷ് ഇക്വാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? They are short-term, highly liquid investments that are readily convertible into known amounts of cash and which are subject to an insignificant risk of change in value. അതായത് നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റുന്ന, വലിയ റിസ്ക് ഇല്ലാതെ പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? Marketable securities are known as cash equivalents. But cash equivalents are held for the purpose of meeting short-term cash commitments rather than for investment or other purposes. Okay. Therefore, an investment normally qualifies as a cash equivalent only when it has a short maturity of say 3 months or less from the date of acquisition. അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാഷ് ഇക്വാലൻസ് എന്ന് പറയാം. വേറൊരു ടേം നിങ്ങൾ അറിയേണ്ടത് ക്യാഷ് ഫ്ലോ എന്താണെന്നുള്ളതാണ്. ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ്. അപ്പോൾ ഫ്ലോ ഓഫ് ക്യാഷ് ഇസ് സെറ്റ് ടു ഹാവ് ടേക്കൺ പ്ലേസ് വെൻ എനി ട്രാൻസാക്ഷൻ മേക്സ് ചേഞ്ചസ് ഇൻ ദി എമൗണ്ട് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് അവൈലബിൾ ബിഫോർ ഹാപ്പനിങ് ഓഫ് ദി ട്രാൻസാക്ഷൻ. അതായത് ഇഫ് ദി ഇഫക്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ റിസൾട്ട്സ് ഇൻ ഇൻക്രീസ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് ഇറ്റ് ഇസ് കോൾഡ് ഇൻഫ്ലോ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ക്യാഷ് എന്ന് പറയാം. ഇഫ് ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഡിക്രീസ് ഓഫ് ടോട്ടൽ ക്യാഷ് ഇറ്റ് ഈസ് നോൺ ആസ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ്. അപ്പോൾ ഈ ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൽ നമ്മൾ ഏതെടുക്കുന്നില്ല?
ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് അതൊന്നും നമ്മൾ നോക്കില്ല. ക്യാഷ് ആൻഡ് ക്യാഷ് ബാലൻസ് എന്ന് പറയുന്ന ഇത് നമ്മൾ ആ മൂവ്മെൻറ്റിൽ നോക്കില്ല. അതായത് ക്യാഷ് ഫ്ലോ എക്സ്ക്ലൂഡ്സ് മൂവ്മെൻറ്റ്സ് ബിറ്റ്വീൻ ഐറ്റംസ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് cash and cash equivalents because these components are part of cash management of an enterprise rather than part of its operating, investing and financing activities. അപ്പോൾ cash management includes investment of excess cash in cash equivalents. അതായത് ഇത്ര ശ്രദ്ധിച്ചാൽ മതി. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും നോക്കും എക്സെപ്റ്റ് ക്യാഷ് ലാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെന്താണെന്നുള്ളത് അപ്പോൾ എത്തുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലായിക്കോളും. നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കറണ്ട് അസറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ ക്യാഷും ബാങ്കും എടുക്കുന്നുണ്ടല്ലോ. പക്ഷേ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ അങ്ങനെ എടുക്കും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഓൾ കറണ്ട് അസറ്റ്സ് അതർ ദാൻ ക്യാഷ് ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് എന്നുള്ളത് ലാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇസ് പ്രിപ്പയർഡ് ഓൺ ക്യാഷ് ബേസിസ്. നേരെ മറിച്ച് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ ബേസിസ്. ഇനി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഷോസ് ദ കോസസ് ഓഫ് ചേഞ്ചസ് ഇൻ ക്യാഷ്. എന്തുകൊണ്ട് ക്യാഷിൽ മാറ്റം വന്നു എന്നുള്ളതാണ് നോക്കുന്നത്. നേരെ മറിച്ച് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ നോക്കുന്നത്? ഇറ്റ് ഷോസ് ദ കോസസ് ഓഫ് ചേഞ്ചസ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. Then cash flow statement is useful for short term financial analysis. നേരെ മറിച്ചിട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഫോർ ലോങ് ടേം ഫിനാൻഷ്യൽ അനാലിസിസ്. ഇനി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൺലി വൺ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് പ്രിപ്പയർഡ്. ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ചിട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് സ്റ്റേറ്റ്മെൻറ്റും കൂടെ പ്രിപ്പയർ ചെയ്യാറുണ്ട്? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഓൾസോ. അപ്പം ഇൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് പ്രിപ്പയർഡ് ടുഗെദർ വിത്ത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇനി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഓൺലി ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ്സ് ഓഫ് ക്യാഷ് ആർ റെക്കോർഡഡ് while in fund flow statement their net effect is recorded. Then in cash flow statement opening and closing balances of cash are shown. നേരെ മറിച്ചിട്ട് these are shown in the statement of changes in working capital fund flow statementil. Then in cash flow statement it is prepared on cash concept of accounting. നേരെ മറിച്ചിട്ട് fund flow statement is prepared on accrual concept of accounting. Then cash flow statement പറയുകയാണെങ്കിൽ it is more important for financial analysis. Fund flow statement is less important for financial analysis. These are the difference between cash flow statement and fund flow statement. എപ്പോഴും പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഒക്കെ ആയി വരാറുണ്ട്, ഒന്ന് നോക്കി പഠിച്ചോളാം. അപ്പോൾ ആദ്യം എന്താ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് എഴുതുക, ഈ ഡിഫറൻസസ് എഴുതി വെക്കുക. ഓക്കെ, ഇനി വാട്ട് ആർ ദ യൂസസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓർ മാനേജറിയൽ യൂസസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ഇൻ ഷോർട്ട് ടേം പ്ലാനിങ്. അതായത് എല്ലാ ഫിനാൻഷ്യൽ പ്ലാൻസും ഫോർമുലേറ്റ് ചെയ്യുന്നത് ഏതിൻ്റെ ബേസിസിലാണ്? ക്യാഷിൻ്റെ ബേസിസിലാണ്. സോ ഇൻ ദി ആബ്സെൻസ് ഓഫ് ക്യാഷ് എ പ്ലാൻ കനോട്ട് ബി അക്കംപ്ലിഷ്ഡ് സക്സസ്ഫുള്ളി എന്നാണ് പറയുന്നത്. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഗീവ്സ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് sources and application of cash for a specific period. Okay, then second use is helpful in formulation of financial policies. Cash flow statement is helpful in formulating the financial policies like dividend policy, credit policy, etc. Then third use is provides a basis for cash budget. അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് cash budget. It forms the basis for preparing monthly and quarterly or even the annual cash budget. Reveals liquidity and solvency. That is, cash flow statement helps to ascertain the liquidity and solvency of a business in a better way. Then it shows the causes and changes in cash position. Cash flow statement explains the reasons for lower and higher cash balance with enterprises. Sometimes there is a lower cash balance in spite of higher profits and a higher cash balance in spite of lower profits. So reasons for such situations can be analyzed with the help of cash flow statement. The next is it helps in control.
cash flow statement is a control device, that is comparison of cash flow statement with the previous years or with a cash budget shows the variations between original forecast and actual forecast. So this indicates that to what extent the financial resources were used according to plan. അതായത് എന്തൊക്കെ വേരിയേഷൻസ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനും കൺട്രോൾ കൂടുതൽ ഇഫക്റ്റീവ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then it helps in short-term financial decisions. So on the basis of information provided by cash flow statement, it is possible to take short-term financial decisions like repayment of loan, payment of bonus, investment outside the firm, etc. So thus cash flow statement, it is one of the important tools for financial analysis. It is useful supplementary instrument and it serves as a barometer in measuring the profitability and financial conditions of the business. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് യൂസസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി വെച്ചോളാം. ഇനി നമുക്ക് അറിയേണ്ടത് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോണത് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ലിമിറ്റേഷൻസ് പറയുന്ന സമയത്ത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ആകെ നമ്മൾ ഏത് മാത്രമേ നോക്കുന്നുള്ളൂ, ഇറ്റ് ഇഗ്നോർസ് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ, ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻസ് ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. അപ്പം അതാണ്, ദാറ്റ് ഇസ് വൺ ഓഫ് ദ മെയിൻ ലിമിറ്റേഷൻ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ബേസ്ഡ് ഓൺ cash basis of accounting. It ignores the basic accounting concept of accrual basis. Then second one, some people feel that as working capital is a wider concept of funds, a fund flow statement provides a more complete picture than cash flow statement. അതേപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ജഡ്ജിങ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ഫേം ആസ് നോൺ ക്യാഷ് ചാർജസ് ആർ ഇഗ്നോർഡ് വൈൽ കാൽക്കുലേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് പറയാം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്തെല്ലാം, ഇറ്റ് ഇസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ, അതായത് ഒരു പ്രാവശ്യം ചെയ്ത് വെച്ച് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ദെൻ ലിമിറ്റഡ് സ്കോപ്പ് പറഞ്ഞു കഴിഞ്ഞ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനാണ് കൂടുതൽ സ്കോപ്പ് ഉള്ളത്. ദെൻ ഇറ്റ് ഈസ് ഈസിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ മാനേജറിയൽ ഡിസിഷൻസ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് പ്രസൻറ്റ് എ ട്രൂ പിക്ചർ ഓഫ് ലിക്വിഡിറ്റി. സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് പഠിക്കാൻ പോവാം. ഓക്കെ, സ്പീഡിലാ പറഞ്ഞു പോയത്. ടെക്സ്റ്റ് ബുക്ക് വായിച്ചു.